ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസിനെ തൃശ്ശൂരിൽ എത്തിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. സൂരജ് സജി മറ്റു വിവരങ്ങളുമായി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ഗുഡ് മോർണിംഗ് സൂരജ്. ഓക്കെ, തൃശ്ശൂരെല്ലാം സുഖകരമായി പോകുന്നല്ലോ. എന്താണ് നമ്മുടെ നാരായണദാസിൻ്റെ തലയിലെഴുത്ത്? ഈ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ ഈ നാരായണദാസ് പിടിയിലായിരിക്കുന്നത്. ഏറെക്കാലം ഈ നാരായണദാസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒളിവിൽ കഴിയുകയായിരുന്നു. പലതവണ നാരായണദാസിന് വേണ്ടി പോലീസ് വലവിരിച്ചെങ്കിലും രക്ഷപ്പെടുന്നൊരു രീതിയായിരുന്നു നാരായണദാസ് സ്വീകരിച്ചത്. ഇതിനിടയിൽ ബംഗളൂരുവിൽ നാരായണദാസ് ഉണ്ടെന്ന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെയും ഒരു 5 അംഗ സംഘം ബംഗളൂരുവിലെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും നാരായണദാസിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ നാരായണദാസ് അകപ്പെടുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി 3 മണിയോടുകൂടിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നാരായണദാസിനെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഷീല സണ്ണിയെ ഈ വ്യാജ ലഹരി കേസിൽ കുടുക്കിയത് എന്നതാണ് പോലീസ് വ്യക്തത വരുത്തുന്നത്. ഇന്നലെ നമ്മൾ ഷീല സണ്ണിയുമായി സംസാരിക്കുന്ന സമയത്തും അവർ മുന്നോട്ട് വെച്ച ഒരേ ഒരു ആവശ്യം, എന്തിനായിരുന്നു തന്നെ ഇത്തരത്തിൽ ഒരു പരിചയവുമില്ലാത്ത ഈ നാരായണദാസ് ഈ ലഹരി കേസിൽ കുടുക്കിയത് എന്ന സംബന്ധിച്ച് വ്യക്തത വരണം എന്ന ആവശ്യമായിരുന്നു ഷീല സണ്ണി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അതോടൊപ്പം തന്നെ ഷീല സണ്ണി ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. മരുമകളുടെ അനുജത്തിയാണ് തന്നെ നാരായണദാസുമായി ചേർന്ന് കുടുക്കിയത് എന്നുള്ളതായിരുന്നു പോലീസ് അടക്കം കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുമായുള്ള ബന്ധം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയും. അതോടൊപ്പം തന്നെ ഈ വ്യാജ ലഹരി സ്റ്റാമ്പുകൾ എവിടെ നിന്ന് കിട്ടി എന്നതും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. താങ്ക് യു സൂരജ് സജി.